ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഞാൻ ദോഹയിൽ നിന്ന് നാട്ടിലേക്ക് പോവാണ്. പോകുന്നത് തനിച്ചാണ്. ഈ വീഡിയോയിൽ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ നാട്ടിലെത്തിയിട്ടുള്ള കുറച്ച് കാഴ്ചകളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ലഗേജൊക്കെ പകൽ തന്നെ പാക്ക് ചെയ്ത് വെച്ചു. ഞാൻ തനിച്ച് പോകുന്നതുകൊണ്ട് എനിക്ക് അധികം ലഗേജ് ഇല്ല. പിന്നെ ഓൺലൈൻ ചെക്കിനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ ഒരുപാട് നേരത്തെ പോകേണ്ട ആവശ്യമില്ലല്ലോ. വെളുപ്പിന് 2:30 ഫ്ലൈറ്റ്. അപ്പോൾ ഞാനൊരു 1:45 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. സാധാരണ എനിക്ക് നാട്ടിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതിനൊരു 2-3 ആഴ്ച മുമ്പ് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. അതിൻ്റെ ഷോപ്പിംഗ്, ബാഗ് പാക്ക് ചെയ്യലൊക്കെ ആയിരിക്കും. പക്ഷേ ഈ തവണ പോകുന്നത് എനിക്കൊട്ടും അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷമുള്ള കാര്യമല്ല. കാരണം ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. ഹസ്ബൻഡ് ഇനി 2-3 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അതിൻ്റെ ഒരു സങ്കടമല്ല, കുറേ സങ്കടമുണ്ട്. ദോഹയിൽ ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണ്. ഇപ്പോൾ 17 ഡിഗ്രിയാണ് കാണിക്കുന്നത്. ഞങ്ങളിപ്പോൾ എയർപോർട്ടിനടുത്തെത്തി. ഈ കാണുന്നതാണ് എമിർ ടെർമിനൽ. ഈ ഭാഗമൊക്കെ കാണാൻ രാത്രിയാണ് കൂടുതൽ ഭംഗി. പകലും ഭംഗിയാണ്, പക്ഷേ രാത്രി ഫുൾ ലൈറ്റ്സ് ഒക്കെ ആയിരിക്കും. ഇതിലൂടെ ട്രോളി ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും രണ്ടായിട്ടാണ് നടന്നു പോകുന്നത്. QR 514 അത് 네, 514. ലഗേജ് ഇവിടെ ഡ്രോപ്പ് ചെയ്തു. ബോർഡിംഗ് പാസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ തിരിച്ച് പോവുകയാണ്. ഇവിടെ വരെ വരാൻ പറ്റുള്ളൂ, എൻട്രി ഉള്ളൂ. പിന്നെ ഞാൻ തനിയാണ് പോകുന്നത്. ഇതിന് മുന്നേ ഒരുപാട് തവണ ഞാൻ തനിയെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അത്രയ്ക്ക് ഇങ്ങനെ സങ്കടമോ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇതിപ്പോൾ എൻ്റെ പ്രഗ്നൻസി ആയിട്ട് നാട്ടിലേക്ക് പോവുകയാണ്. 7th മന്തിലാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനുണ്ട്. ഈ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ മെയിൻ അട്രാക്ഷനാണ് ഈ കാണുന്ന ടെഡി ബിയർ. ഇതിൻ്റെ പേര് ലാംപ് ബിയർ എന്നാണ്. ഈ ആർട്ട് വർക്കിന് ഒരു 23 അടി പൊക്കമുണ്ട്. സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ളൊരു ആർട്ടിസ്റ്റാണ് ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ നിന്ന് സെൽഫി എടുക്കുന്നത് ഈ വഴിക്ക് പോകുന്ന എല്ലാവരുടെയും ഒരു മെയിൻ പരിപാടിയാണ്. അപ്പോൾ ഞാനും കുറേ നേരം ട്രൈ ചെയ്തു.
ഞാൻ ഓരോ തവണ നിൽക്കുമ്പോഴും എൻ്റെ ബാക്കിൽ ആരെങ്കിലുമൊക്കെ വന്ന് നിൽക്കും. അങ്ങനെ അവസാനം ഞാനും ഒരു സെൽഫി എടുത്തു. എനിക്ക് പോകാനുള്ള ഗേറ്റ് B10 ആണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു ഐറ്റം ഉണ്ട്, ഒമേഗ വാച്ചസ്. അപ്പോൾ കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ്, എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ബോർഡിംഗ് ടൈം ആയിട്ടുണ്ട്. ആദ്യം കയറുന്നത് ബിസിനസ് ക്ലാസ്സാണ്. അത് കഴിഞ്ഞിട്ട് പ്രിയോറിറ്റി വേണ്ടവർ, എന്നെപ്പോലെ പ്രഗ്നൻസി ഉള്ളവർ, അതുപോലെ ചെറിയ വാവയൊക്കെ ഉള്ളവർ, പിന്നെ കുറച്ച് വയ്യാത്ത അപ്പൂപ്പനമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവരൊക്കെയാണ് കയറുന്നത്. As a reminder, smoking is not allowed, including the use of electronic cigarettes. Thank you. Ladies and gentlemen, welcome on board Qatar Airways. As you find your seat, we ask that you place larger items. എൻ്റെ സീറ്റ് നമ്പർ 42A ആണ്. ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തെടുത്ത സീറ്റാണത്. വിൻഡോ സൈഡ് വേണമെന്ന് പ്രത്യേകം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ജാക്കറ്റ് എൻ്റെ മുകളിലും വെച്ചിട്ടുണ്ട്. രണ്ടര ആയിട്ടില്ല, ഇനിയും കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ എനിക്ക് വിശപ്പിൻ്റെ വെളി വന്ന് തുടങ്ങി. അപ്പോൾ എൻ്റെ കയ്യിലൊരു ആപ്പിൾ പഫ് ഉണ്ടായിരുന്നു. To cabin crew. The cabin environment is carefully controlled. It will appear from above you, or you may. മെനു കാർഡ് കിട്ടി കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് സെർവ് ചെയ്തു. അത് നല്ല ഫുഡായിരുന്നു. അതിൽ ചിക്കൻ കറിയും റൈസ്, പിന്നെ മാംഗോ ജ്യൂസും, അങ്ങനെ കുറച്ച് സാലഡ്, സ്വീറ്റ് ഐറ്റംസ്, പിക്കിളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ മീൽ. ഇരുപത് മിനിറ്റ് ഗ്യാപ്പിൽ ഞാൻ ഈ വിൻഡോസ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കിയായിരുന്നു. അപ്പോൾ ഓരോ കളർ കോമ്പിനേഷൻസിലാണ് ആകാശം കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. രാവിലെ 9:40 ലാൻഡിങ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അരമണിക്കൂർ മുന്നേ എത്തി. ഞാൻ ഇതുവരെ എമിറേറ്റ്സിൽ കയറിയിട്ടില്ല. ഒരുപാട് പേര് കയറിയിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമാണ് എപ്പോഴെങ്കിലും ഒരു തവണ എമിറേറ്റ്സിൽ കയറണമെന്ന്. നല്ല ടയേർഡായിരുന്നു. എനിക്കങ്ങനെ ഉറങ്ങാനൊന്നും പറ്റിയില്ല ഫ്ലൈറ്റിലിരുന്നിട്ട്. ഭയങ്കര കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ബഗ്ഗി റൈഡ് കിട്ടി. ഇതിന് ബഗ്ഗി എന്നാണോ പറയുന്നത്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇത് കിട്ടിയത് കൊണ്ട് ഒരുപാട് ടയേർഡാവാതെ അങ്ങോട്ട് എത്താൻ പറ്റി. കൊച്ചി എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ അകത്തുകൂടിയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ ബെൽറ്റ് 1ലാണ് ലഗേജൊക്കെ വരുന്നത്. എനിക്ക് പരിചയമുള്ള ആരും ഫ്ലൈറ്റിലുണ്ടായിരുന്നില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ലഗേജ് എടുത്ത് വെച്ച് തരുമോ എന്ന് ചോദിക്കാനോ. അപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ എൻ്റെ ലഗേജ് വരുന്നുണ്ടോ എന്ന് നോക്കി നിന്നു. അപ്പോൾ എനിക്ക് ഒരു പരിചയമില്ലാത്ത 3 ചേട്ടന്മാരാണ്. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, ലഗേജ് വരുമ്പോൾ കാണിച്ചു തന്നാൽ മതി, ഞങ്ങൾ ട്രോളിയിൽ എടുത്ത് വെച്ച് തരാമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി.
ശരിക്കും പറഞ്ഞാൽ. പിന്നെ അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ടോയെന്ന്. ഇവർ 3 പേരുമാണത്. ഈ ബാക്ക് പാക്ക് തൂക്കിയിരിക്കുന്ന 2 ചേട്ടന്മാരും പിന്നെ ആ പിങ്ക് കളറിൽ ടീഷർട്ട് ഇട്ടൊരു ചേട്ടനും. ഞാനിപ്പോൾ എൻ്റെ ഇൻലോസിൻ്റെ കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളെ കുറച്ച് ഫംഗ്ഷനൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ അതിന് എൻ്റെ പാരൻസും വരും. അപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് എറണാകുളത്തേക്ക് ഞങ്ങൾ പോകും. ഇപ്പോൾ തറവാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് 148 വർഷം പഴക്കമുള്ള വീടാണ്. അപ്പോൾ പ്രളയം വന്നപ്പോൾ ഓഗസ്റ്റിൽ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ഈ വീടിൻ്റെ 2ാമത്തെ നിലയിൽ വരെ വെള്ളം വന്നു. അപ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഈ വീട് ഒന്നുകൂടി റീനോവേറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് ആ പഴയ പണ്ടത്തെ വീടാണ് ഇഷ്ടം. കാണാൻ നല്ല ഭംഗിയാണ്. ഫോട്ടോ കിട്ടുവാണെങ്കിൽ ഞാനതിൽ അറ്റാച്ച് ചെയ്യാം. ഇപ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അതിൽ കുറേയൊക്കെ ഭാഗം പൊളിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ നിർത്തിയേക്കുവാണ്. ഇനി 2 വർഷം കൂടി കഴിഞ്ഞാൽ 150 വർഷം തികയും. ഇവിടെ അമ്മാമ്മയും അപ്പാപ്പനെ മാത്രമേ താമസിക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നാൽ കൂടുതൽ സമയം ഇവിടെ തന്നെ ആയിരിക്കും. ഇതാണ് അമ്മാമ്മ, ഇത് അപ്പാപ്പൻ. പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇവിടെ പ്രളയം വന്നപ്പോൾ ഒരു ഫ്രിഡ്ജ് ഒഴുകി വന്നു. അതാണ് ഈ ഇരിക്കുന്നത്. പക്ഷെ ആരുടെയാണെന്ന് അറിയില്ല. കുറേ നാളായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ആരുടെ ഫ്രിഡ്ജാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഈ പ്രദേശത്തൊക്കെ എല്ലാവരോടും ചോദിച്ചു നോക്കി. അപ്പോൾ ആരുടെ അല്ലെന്നാണ് പറയുന്നത്. ഏതോ ദൂരത്തുനിന്ന് എവിടെ നിന്നോ ഒഴുകി വന്നതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് കമൻസ് വഴി അറിയിക്കാനും മറക്കണ്ട. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു.